അങ്ങനെ ഒരു പ്രൊവിഷൻ ആക്ടിലുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 177, മുനിസിപ്പൽ ആക്ട് സെക്ഷൻ 283. രണ്ട് നിയമവും സംഭാവനകൾ സ്വീകരിക്കാൻ അധികാരം നൽകുന്നതാണ്. മാത്രമല്ല, 6ാം ധനകാര്യ കമ്മീഷൻ്റെ റിപ്പോർട്ടിലും ഈ സംഭാവനകൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ശുപാർശയുണ്ട്. വിശദമായി തന്നെ ധനകാര്യ കമ്മീഷൻ ഇക്കാര്യത്തിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതാണ് എന്ന് മാത്രമല്ല നിയമസഭയും അംഗീകരിച്ചതാണ്. 2022 ഓഗസ്റ്റ് 23 നിയമസഭയിൽ ടേബിൾ ചെയ്തിട്ടുള്ളതാണ്, മേശപ്പുറത്ത് വെച്ചിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട്. അപ്പോൾ പൊതുവിൽ ഇക്കാര്യത്തിൽ ഒരു ധാരണയുള്ളതാണ്, നിയമത്തിലുള്ളതാണ്, ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ ഉള്ളതാണ്, സർക്കാർ നിയമസഭയും അംഗീകരിച്ചതുമാണ്. അപ്പം അത് നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പുറപ്പെടുവിച്ച സർക്കുലർ എന്ന് പറഞ്ഞാൽ ഈ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ സാർവത്രിക പാലിയേറ്റീവ്, ഇങ്ങനെയുള്ള ധാരാളം ഉത്തരവാദിത്വങ്ങൾ, പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് പ്രയോജനം ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എന്നാണ് സർക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയും ആക്ടിലുള്ള വ്യവസ്ഥയും വളരെ പ്രയോജനകരമാണ്, അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് കാണുന്നത്. പുതുതായിട്ട് ഇപ്പോൾ കൊണ്ടുവന്നൊരു നിർദ്ദേശമല്ല, നിയമത്തിൽ നേരത്തെ ഉള്ളതും ധനകാര്യ കമ്മീഷന്റെ ശുപാർശയിലുള്ളതുമാണ്. നിയമത്തിൽ നിർബന്ധിതമായിട്ടല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്താണോ നിയമത്തിലുള്ളത് അത് നടപ്പാക്കാനുള്ള വിശദമായിട്ടുള്ള ഒരു സർക്കുലർ പുറപ്പെടുവിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അല്ലാതെ പുതുതായിട്ടൊന്നും സർക്കാർ പറഞ്ഞിട്ടില്ല. നടപ്പാക്കാനുള്ള ഒരു നടപടിക്രമം മാത്രമല്ല, ഇതെല്ലാം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. സർക്കുലർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അതിൽ പറയുന്നത് ഇത് മൊബിലൈസ് ചെയ്യുന്നതിന് ഉള്ള നടപടികൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ കില ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തികൾ ഡോക്യുമെൻ്റ് ചെയ്യണം. സോഷ്യൽ ഓഡിറ്റ് സൊസൈറ്റി ഉപയോഗിച്ച് ഇതിൻ്റെ സോഷ്യൽ ഓഡിറ്റ് നടത്തണം. പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയാണ്. അതിന് അവരെ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് വിലയിരുത്തുന്നതിൽ ഇതുകൂടി ഉൾപ്പെടുത്തണം. അതെല്ലാം സർക്കാർ, ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചതല്ലേ. ഓരോ റെക്കമെൻഡേഷനും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള നടപടി സ്വീകരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഏതാ ഇത് ഈ ഒരു കാര്യം ദുരുപയോഗം ചെയ്ത് കൂടെ ഭാവിയിൽ ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ രസീത് ഉണ്ടാവുമ്പോ എങ്ങനെ ദുരുപയോഗിക്കുക? രസീത് വേണ്ടേ? ഉണ്ടാവുമോ? എപ്പോഴും ഉണ്ടാവുമോ? പിന്നല്ലാതെ ഇത് സംഭാവന സ്വീകരിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അതല്ലാണ്ട് രഹസ്യമായിട്ട് സ്വീകരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ തദ്ദേശ സ്ഥാപനം മാത്രമാണോ ഇപ്പോൾ അങ്ങനെ PM കെയർ ഫണ്ടിലേക്ക് സംഭാവന സ്വീകരിക്കുന്നില്ലേ? വളരെ രസകരമായിട്ട് തോന്നുന്നു. അതിനെക്കുറിച്ച് ഒരു ചോദ്യവും നമ്മുടെ മാധ്യമങ്ങൾ ആരും ഉയർത്തിയതായി കണ്ടിട്ടില്ല. പാവപ്പെട്ട പഞ്ചായത്തിന് ആരെങ്കിലും CSR ഫണ്ടിൽ നിന്നോ മറ്റോ സംഭാവന കൊടുക്കുമ്പോൾ അത് ഇത്ര വലിയ വിഷയമാവുന്നതിൻ്റെ കാര്യം എന്താ? ഇപ്പം ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. ഇന്നലെയാണ് പൂവച്ചലിൽ 2.25 സെന്റ് സ്ഥലം ഒരാൾ സംഭാവന ചെയ്ത സ്ഥലത്ത് ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റ് ഞാൻ തറക്കല്ലിട്ടതാണ്. ഇന്നലെ വൈകുന്നേരമാണ്. അത് സുമാരൻ വൈദ്യർ സംഭാവന തന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട് നിലവിൽ. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം എന്നും ഉപയോഗപ്പെടുത്താനുള്ള വിശദമായിട്ടുള്ള ഒരു സർക്കുലർ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ട്രാൻസ്പെറൻ്റായി ഇതെങ്ങനെ ചെയ്യണം എന്ന കാര്യമാണ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു ക്യാമ്പയിൻ സംഭാവനയാണ്. അപ്പോൾ സംഭാവനയായിട്ട് പണം മാത്രമല്ല, ഭൂമി സംഭാവനയാവാം. ഇനി ആരെങ്കിലും വീട് വെച്ചു കൊടുക്കുകയാണോ, പഞ്ചായത്തിന് വെച്ചു കൊടുത്ത പഞ്ചായത്തിന് ഗുണഭോക്താക്കൾക്ക് കൈമാറാം. അപ്പം അത്തരം കാര്യങ്ങളൊരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ് ഈ സർക്കുലറിലൂടെ ചെയ്തത്. ഈ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് പ്രതിപക്ഷം പറയുന്നത്. അത് അങ്ങനെ ആരാ പറഞ്ഞെന്നറിയില്ല. അവർക്ക് പഞ്ചായത്ത് രാജ് നിയമത്തിലും മുനിസിപ്പൽ നിയമത്തിലും ഉള്ള ഈ വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്തതുകൊണ്ടായിരിക്കും. മാത്രമല്ല, നിയമസഭയിൽ വെച്ച് ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ വായിച്ചു നോക്കാതിരിക്കുമോ? അങ്ങനെ അവർ സ്വയം സമ്മതിക്കുന്നതിന് തുല്യമാണ്. ഞാൻ വിചാരിക്കുന്നില്ല. പ്രതിപക്ഷത്ത് നല്ല MLA മാരൊക്കെ ഇല്ലേ, അവർ ഈ റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കാതെ അംഗീകരിച്ചതാണോ? അന്നൊന്നും 2022 ഞാൻ ഡേറ്റ് കൃത്യമായിട്ട് പറയാം. 23/8/2022 മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് അവർ കാണാതിരുന്നതാണോ? അപ്പം അന്നില്ലാത്ത എതിർപ്പ് ഇപ്പം എങ്ങനെ വരുന്നത്? അപ്പോൾ എല്ലാവരും അംഗീകരിച്ചൊരു കാര്യം, നിയമസഭ അംഗീകരിച്ചൊരു കാര്യം നടപ്പാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യേണ്ടത്. മാത്രമല്ല, ഭരണപക്ഷ വ്യത്യാസം ഇതിലില്ലല്ലോ. ഭരണപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സ്വീകരിക്കാം, മറ്റവർക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണോ? അല്ല, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. സർക്കാരിൻ്റെ ഒരു നിയമത്തിലുള്ള വ്യവസ്ഥ നടപ്പാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമമാണ്.
അത് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സർക്കാരിൻ്റെ ശ്രമമാണ്. പിന്നെ പ്രതിപക്ഷം പറയുന്നതിൻ്റെ ഒരു പൊള്ളത്തരം ഞാൻ പറയാം. ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം, വികസന ഗ്രാൻഡ് ക്രമാനുഗതമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. അതും ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയാണ്. അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശ 0.5% വീതം എല്ലാ വർഷവും വർദ്ധിപ്പിച്ച് 30% എത്തുന്നത് വരെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായപ്പോഴും 0.5% വർധനവ് ഈ വർഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വലിയ ഒരു പ്രചരണം വന്നത് വിനിയോഗത്തെ സംബന്ധിച്ചാണ്. ഫണ്ട് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഈ പ്ലാൻ ഫണ്ടിൻ്റെ വിനിയോഗം ഗണ്യമായിട്ട് കുറഞ്ഞു. ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നല്ലോ. കുറയല്ല ചെയ്തത്, നല്ല നിലയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതം വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത്, പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തുകൾ. ആ സർക്കുലറിൽ ആ മാനദണ്ഡങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും വിശദമായിട്ട് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു മാനദണ്ഡമാണല്ലോ, ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിന്റെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു മാനദണ്ഡമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതോട് സഹകരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏത് രീതിയിലായിരിക്കും അവരെ? അല്ല, അതിന് അവർക്ക് മാർക്ക് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. സഹകരിക്കാതിരിക്കേണ്ട കാര്യം എന്താ? ഇപ്പോൾ തന്നെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ പല നിലയിൽ ഇത്തരം സംഭാവന സ്വീകരിക്കുന്നില്ല. ഇപ്പം പാലിയേറ്റീവ് കെയറിന് എത്രയോ സംഭാവന കിട്ടുന്നില്ലേ? അത് വാങ്ങരുതെന്നാണോ പ്രതിപക്ഷത്തിൻ്റെ വാദം? ആണോ? പാലിയേറ്റീവ് കെയർ പ്രധാനമായിട്ടും സംഭാവനകളിലൂടെയല്ലേ. CSR ഫണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വാങ്ങുന്നില്ലേ? നമുക്കൊക്കെ എത്ര ഉദാഹരണങ്ങൾ അറിയാം. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ കൊച്ചിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് കൊച്ചിയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ CSR ഫണ്ട് കൊടുക്കുന്നത്? കോർപ്പറേഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടില്ലേ? എന്താണ് ഇതിലെ പുതുമ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ മികച്ച തദ്ദേശ സ്ഥാപനത്തെ തെരഞ്ഞെടുക്കുന്ന കാര്യം അതിനെ സംബന്ധിച്ച് ധനകാര്യ കമ്മീഷനിൽ പറയുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ്റെ നിങ്ങളെ ശുപാർശ എടുത്ത് വായിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ കൈവശമായ വിവരങ്ങളെല്ലാം ഉണ്ട്. അതായത് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇത് സംഭാവന സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്നും അത് അവരുടെ പെർഫോമൻസ് വിലയിരുത്തുന്നതിൽ ഒരു മാനദണ്ഡമായിട്ട് എടുക്കണം എന്നുള്ളത് ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഡോക്യുമെൻ്റ് ചെയ്യണം എന്നത്, അതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ധനകാര്യ കമ്മീഷൻ ശുപാർശയിൽ പറഞ്ഞതാണ്. എന്താണോ ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശയിൽ പറഞ്ഞതും സർക്കാർ നേരത്തെ തന്നെ അംഗീകരിച്ചതും അത് നടപ്പാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചത്. നിലമ്പൂരിലേക്ക് നിശ്ചയിച്ച സമയത്ത് പോകും. പാലക്കാട് ജാതി തിരിച്ചു ശ്മശാനത്തിലുണ്ടായ സംഭവത്തിൽ ഇപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ തന്നെ ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവം തെറ്റായി പ്രചരിപ്പിച്ചതാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിൻ്റെ വിശദാംശം ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും അത്തരം പ്രവണതകളൊന്നും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ജാതി തിരിച്ച് മൃതശരീരം സംസ്കരിക്കുക തുടങ്ങിയിട്ടുള്ള പ്രവണതകളെ, മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവണതയും അംഗീകരിക്കില്ല.